രാജേഷ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളിന് സന്തോഷിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോ ആ വിഷമത്തിൽ നമുക്കും പങ്കില്ലേ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നാ സിന്ധു പറയുന്നത്? വെറും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിട്ടല്ല നമ്മൾ ഓരോരുത്തരും കാണുന്നത്. നമ്മളില്ലാത്തൊരു ലോകം നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ എല്ലാവരും ഒന്നിച്ചിവിടെ കഴിയുന്നത്. നമ്മളെല്ലാരും കൂടെ കളിച്ചും രസിച്ചും ചിരിച്ചും സന്തോഷമായി നടക്കുന്നു. പക്ഷെ ഉറങ്ങുമ്പോ മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മുടെ നാടിന്റെ കൾച്ചർ അല്ലേ? സിന്ധു കുഞ്ഞിനൊരു ഫോണുണ്ട്, അച്ഛനാണ്, ഉടനെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇപ്പൊ വരാം. ഹലോ, മോളാണോ? ആ മോളെ, ഇത് ഡാഡിയാ. ഹായ് ഡാഡി. മോളുടെ എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു ഡാഡി. വെക്കേഷന് ഞാനും ഫ്രണ്ട്സും ഗോവയ്ക്ക് പോന്നു. മോൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ വാ, ഗോവയ്ക്കൊക്കെ പിന്നെ പോവാ. ശരി, വെക്കട്ടെ. ബൈ. ഓക്കെ, ബൈ. എന്താ സിന്ധു, എന്തു പറ്റി? എന്താന്നറിയില്ല, ഡാഡി അത്യാവശ്യമായിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോവ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സിന്ധുവിന്റെ വീട്ടിലേക്ക് വരാം. എന്താ, സിന്ധുവിന്റെ ഡാഡിക്ക് വിരോധം ഉണ്ടാവില്ലോ? ഏയ്, എന്റെ ഡാഡിക്ക് അങ്ങനെ യാതൊരു കോംപ്ലക്സും ഉണ്ടാകാൻ വഴിയില്ല. പുള്ളിക്കാരൻ നല്ല സോഷ്യൽ ടൈപ്പാ. അപ്പൊ പിന്നെ ഒട്ടും താമസിക്കണ്ട, നാളെ തന്നെ പുറപ്പെടാം. എന്താ സിന്ധു, വീണ്ടും മുഖത്തൊരു വല്ലായ്മ? രാജേഷ്, നമ്മുടെ ശാരദ ടീച്ചറെ കുറിച്ച് ചിന്തിക്കുമ്പോ എങ്ങനെ അവരെ തനിച്ചു വിട്ടിട്ട് പോവും? എന്നാ നമുക്ക് അവരെയും കൂടെ കൂടെ കൂട്ടിയാലോ? ഗുഡ് ഐഡിയ. എന്താടോ ഇത്രയും നേരത്തെ കഥ അടച്ച് എന്ത് ചെയ്യായിരുന്നു? സാറ് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാ കഥ അടച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുണ്ടോ? നീ എന്റെ സെർവന്റ് ആണോ അതോ മുതലാളിയാണോ? ക്ഷമിക്കണം സാർ, ഇനി അങ്ങനെ പറ്റില്ല. ലക്ഷ്മിയുടെ അകത്തുണ്ട്. വാ. ജീവിച്ചാൽ ഇങ്ങനെ വേണം ജീവിക്കാൻ. മനസ്സിൽ എങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ നടക്കാം. നമുക്ക് സാധിക്കുമോ? എല്ലാത്തിനും തലയിൽ എഴുത്ത് വേണം. മാധവ, ഇതാ വരുന്നേ. ഞാൻ വിളിച്ച എന്റെ ലക്ഷ്മി കുട്ടി പോലും ഇങ്ങനെ വിളി കേൾക്കില്ല. സാർ സോഡ. അയ്യോ, എനിക്ക് വേണ്ട. ആദ്യം ഇത് കഴിക്ക്, അടുത്ത ഗ്ലാസ് വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചു. എനിക്കിതൊന്നും ശീലമില്ല. വേണ്ട, ശീലിക്കണ്ട. പക്ഷേ എന്റെ ആഗ്രഹം സാധിച്ചേണ്ടത് ശ്രീമതിയല്ലേ? മനസ്സുണ്ടെങ്കിൽ സുഖത്തിന് അതിരില്ല. പിന്നെ നിന്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇതാ ബുദ്ധി. Cheers. Cheers. മാധവ, ആര് വിളിച്ചാലും ഞാനില്ല എന്ന് പറഞ്ഞാൽ ശരി സാർ. നാശം, നേരവും കാലവും നോക്കാതെ ഓരോരുത്തരന്മാര്. ഹലോ,
ഫോണിൽ ആരാ? ഇങ്ങനെ മുഖം മാറാൻ മാത്രം എന്ത് സംഭവിച്ചു? എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. മതി മതി, നീ അറിയാൻ പാടില്ലാത്ത രഹസ്യം ഒന്നുമില്ല. എന്റെ മോടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചു പോയതാ. മകൾക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അവളുടെ കല്യാണം എത്രയും വേഗം നടത്തിയതാ അത്രയും നല്ലതാ. കല്യാണം കഴിഞ്ഞ വരുന്ന മരുമകൻ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കി വെക്കുമെന്ന് പേടിച്ചാണോ? ഏയ് അല്ല, അങ്ങനെ ഈ മേനോനെ ആർക്കും അടിമപ്പെടുത്താൻ കഴിയില്ല. അവക്ക് 3 തലമുറയ്ക്ക് വേണ്ട വക ഞാൻ എപ്പോഴേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ് രണ്ടുപേരെയും ഫോറിൽ അയച്ച് ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാരാ? അതേക്കുറിച്ച് ചിന്തിച്ച. അതുകൊണ്ട് ശ്രീമതി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം. വാ വാ, സമയം കളയണ്ട. ഡാഡി, ആ, ഡാഡി വാ, വാ. സുഖല്ലേ? എന്റെ ഡാഡി ആകെ മെലിഞ്ഞു പോയല്ലോ. മാധവ, എന്താ ഇത്? അത് പിന്നെ ഏയ് അതൊന്നുമില്ല, എല്ലാം മോടെ സ്നേഹം കൊണ്ട് തോന്നുന്ന. ആ ഡാഡി, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ടീച്ചർ എവിടെ? Please come. ആദ്യം ഒന്ന് കുളിക്കണം. കാപ്പിയൊക്കെ കുടിച്ചിട്ട് മതി കുളിയൊക്കെ. മാധവ, സിന്ധു, കാപ്പി കുടിച്ചില്ലേലും സാരമില്ല, ആദ്യം ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. സിന്ധു, ഇവിടെ എത്ര ബാത്റൂം ഉണ്ട്? തനിക്ക് എത്ര ബാത്റൂം വേണം? എനിക്ക് ഒന്ന് മതി. ചുമ്മാ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ, ദേഷ്യപ്പെടല്ലേ. അയ്യോ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാ. ഇത് കേട്ട് ആരും വിഷമിക്കുകയും വേണ്ട. ആ, എല്ലാരും ചായ കുടിക്കേ. താങ്ക്സ്. എന്താ ടീച്ചർ, ചായ കുടിച്ചില്ലല്ലോ? എനിക്ക് ചായ വേണ്ട. ഓ, അപ്പൊ കോഫി ആയിരിക്കും. ഞാൻ ചായയും കോഫിയും കുടിക്കാറില്ല. അതെ ഡാഡി, ടീച്ചർ പറഞ്ഞത് ശരിയാ. സിന്ധു, ഞങ്ങളുടെ റൂം ഏതാന്ന് ഓ, പറഞ്ഞാ? ഐ എം സോറി ഡാഡി. ആ, മുകളിൽ അവർക്ക് ഇഷ്ടമുള്ള റൂമിൽ താമസിക്കട്ടെ. ആ മാധവ, ഈ സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടുപോയി. ശരി സാർ. ആ, എന്താടി നോക്കി നിൽക്കുന്നേ? നിന്നോട് പ്രത്യേകം പറയണോ? ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കുക. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. റൂം ഏതാന്ന് പറഞ്ഞാൽ മതി. വരൂ സാറേ. വരും. ടീച്ചർ റെസ്റ്റ് എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ടീച്ചറിന് സ്വന്തം വീട് പോലെ കരുതാം. വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. സിന്ധുവളെ, ആ. ഡാഡി അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോവുക. ശരി ഡാഡി.